എല്ലാവർക്കും വസുദൈവ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സനാതനധർമ്മം എന്താണെന്ന് നോക്കാം. എന്താണ് സനാതനധർമ്മം? സനാതനം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം എന്താണ്? സനാതനം എന്നാൽ എന്നെന്നും നവമായത്, ഒരിക്കലും നശിക്കാത്തത് എന്നാണ് സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സനാതനധർമ്മം എന്നാലോ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം എല്ലായ്പ്പോഴും വേദങ്ങളാണ്. വേദം എന്നാൽ അറിവ് എന്നാണ് അർത്ഥം. അതായത് മറ്റൊരർത്ഥം കൂടിയുണ്ട്, ശ്രുതി, അതായത് അമ്മ എന്നൊരർത്ഥം കൂടി വേദങ്ങൾക്കുണ്ട്. അതായത് അറിവിനെ അമ്മയായി കാണുന്ന ഒരു സംസ്കാരമാണ് സനാതന സംസ്കാരം എന്നത്. ഇതൊരിക്കലും നശിക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് മതാധിഷ്ഠിതമായിട്ടല്ല ഇതൊരിക്കലും സനാതനധർമ്മത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുക. എന്നാൽ ഹിന്ദുമതം സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏതൊരു ധർമ്മമാണോ അല്ലെങ്കിൽ ഏതൊരു മതമാണോ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്നത്, ആ ഒരു മതം ഒരിക്കലും നശിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ നശിക്കാത്തത് ഈ ഒരു സനാതനം, അതായത് ഈ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒന്നും തന്നെ നശിക്കുന്നില്ല എന്നാണ്. ഇനി സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പറഞ്ഞല്ലോ, ഇത് എന്നും പുതിയതായിട്ട് നിലനിൽക്കുന്നതാണ്. എത്ര കാലം ചാരം മൂടിക്കിടന്നാലും ആ കനൽ ആളിക്കത്തുക തന്നെ ചെയ്യും ഒരിക്കൽ. അപ്പോൾ ഇതിന് ചിലപ്പോൾ ച്യുതി സംഭവിച്ചേക്കാം. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, അതായത് എപ്പോഴൊക്കെ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നോ അപ്പോഴെല്ലാം ഭഗവാൻ അവതരിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അപ്പോൾ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്ന അവസരങ്ങളിൽ ഭഗവാൻ അവതരിച്ചതിനെ പുനരുദ്ധരിക്കും എന്നും പറയുന്നുണ്ട്. ആ ഒരു ഉറപ്പ് കൂടി ഭഗവാൻ നൽകുന്നുണ്ട്. അതായത് ഒരിക്കലും ഈ ധർമ്മത്തിന് ച്യുതി സംഭവിക്കാൻ ഭഗവാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഈ ധർമ്മത്തെ പുനരുദ്ധരിക്കാൻ, അതായത് നമ്മുടെ ഉള്ളിലും ആ ഭഗവാന്റെ അംശം ഉണ്ടെന്നാണല്ലോ. അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും ഈ ധർമ്മത്തെ പുനരുദ്ധരിക്കാൻ പരമാവധി ശ്രമിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇനി ഈ ധർമ്മത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ, അതാണല്ലോ പുരുഷാർത്ഥം എന്ന് പറയുന്നത്, ഈ പുരുഷാർത്ഥത്തെ പ്രാപ്തമാക്കാനായിട്ടുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നേടാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇവിടെ ധർമ്മത്തെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്: സാമാന്യധർമ്മം, വിശേഷധർമ്മം. സാമാന്യധർമ്മം എന്നാൽ എല്ലാവർക്കും ഒരേപോലെ പ്രാപ്തമായത്, അല്ലെങ്കിൽ സ്ഥലകാല പരിമിതികൾക്ക് അതീതമായിട്ടുള്ളതിനെയാണ് സാമാന്യധർമ്മം എന്ന് പറയുന്നത്. അതായത് സത്യസന്ധത, അനാസക്തി, ആത്മനിയന്ത്രണം, ഇതെല്ലാം സാമാന്യ നിയമത്തിൽ വരുന്നതാണ്. അടുത്തതാണ് വിശേഷ നിയമം. വിശേഷ നിയമം എന്നാൽ അതായത് ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ ബാധകമായിട്ടുള്ള നിയമം. അതായത് വർണ്ണാശ്രമധർമ്മങ്ങൾ, രാജധർമ്മം, ഇതെല്ലാം വിശേഷധർമ്മങ്ങളിൽ വരുന്നതാണ്. ഇനി വ്യാസഭഗവാൻ, അതായത് മഹാഭാരതം, ഭാഗവതം ഇതെല്ലാം രചിച്ച വ്യാസഭഗവാൻ തനിക്കും ജഗത്തിനും ഹിതമായതും ശ്രേയസ്കരമായതും എന്താണോ അതാണ് ധർമ്മം എന്ന് പറയുന്നുണ്ട്. ധർമ്മത്തിൽ അധിഷ്ഠിതമായി വേണം നമ്മൾ കർമ്മം അനുഷ്ഠിക്കാൻ, കർമ്മം അതായത് നമ്മൾ പ്രവർത്തിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കർമ്മം അനുഷ്ഠിക്കേണ്ടത്? നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നാണ് പറയുന്നത്. അതായത് സർവധർമ്മത്തെയും പരിത്യജിച്ചുകൊണ്ട് എന്നിൽ ശരണം പ്രാപിക്കും എന്ന് വെച്ചാൽ ധർമ്മം പരിത്യജിക്കണമെന്നല്ല ഭഗവാൻ പറയുന്നത്. എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അധിഷ്ഠിതമായിട്ട് ചെയ്യൂ, എല്ലാം ഭഗവാനിൽ സമർപ്പിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഭഗവാൻ ഏറ്റെടുക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സനാതനധർമ്മം എന്നെന്നും നിലനിൽക്കുന്നതായതുകൊണ്ട് തന്നെ ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായി നാം ഓരോരുത്തരും ജീവിച്ചാൽ നമുക്ക് സ്വർഗം പോലും പ്രാപ്തമാകും. 14 ലോകങ്ങളുണ്ടെന്നാണല്ലോ കണക്ക്. അപ്പോൾ ഓരോ ലോകത്തിലും ജീവിക്കാനായിട്ടുള്ള അറിവ് നേടാൻ നമുക്ക് സാധിക്കും. അതായത് ഈ ഒരു ഭൂമിയിൽ നിന്നും, ഭൂമിയിൽ നിന്നും നമ്മളെ ഉദ്ധരിച്ച് പുതിയ ലോകങ്ങളിലേക്ക് നമ്മെ ഉയർത്താനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് മോക്ഷപ്രദായകങ്ങളായിട്ടുള്ള ഒരുപാട് അറിവുകൾ നേടാൻ സാധിക്കും. അറിവ് ലഭിച്ചാൽ, ജ്ഞാനം ലഭിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് വിരക്തി ഉണ്ടാകും. വിരക്തിയിൽ നിന്നും നമുക്ക് മോക്ഷത്തിലേക്ക് എളുപ്പം നീങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളായിട്ടുള്ള പുരുഷാർത്ഥങ്ങൾ നേടാനും അതുപോലെ പുതിയ പുതിയ അറിവുകൾ നേടി, അതായത് ജീവിതമാകുന്ന ഈ സാഗരത്തിൽ എങ്ങനെയാണ് തുഴഞ്ഞു നീങ്ങേണ്ടത് എന്നുള്ള ശക്തമായ വ്യക്തമായ ഒരറിവ് നൽകുന്ന ഒരു സംസ്കാരം തന്നെയാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത്.
ധർമ്മം എന്നാൽ അത് അനുഷ്ഠിക്കാനുള്ളതാണ്. നമുക്ക് ഒരുപാട് ശാസ്ത്രശാഖകൾ വശമുണ്ട്, നമുക്ക് ഒരുപാട് അറിവുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ അറിവുകളെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ ഈ പറയുന്ന അറിവുകളെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെ ധർമ്മം എന്നാൽ അത് പ്രവൃത്തികൾക്ക് അധിഷ്ഠിതമായിരിക്കണം. നമ്മുടെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ കർമ്മശുദ്ധി അത് എത്രമാത്രം നല്ലതാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ കർമ്മഫലങ്ങൾ, അല്ലേ? അതുകൊണ്ട് ഈ അറിവിനെ പ്രവൃത്തിയിൽ അധിഷ്ഠിതമായി ഈ അറിവിനെ കൊണ്ടുവരുമ്പോഴാണ് ഈ ധർമ്മങ്ങൾക്ക് എന്തുണ്ടാകുള്ളൂ? അതിന് പുനരുദ്ധാരണം സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഓരോ അറിവിനെയും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇനി വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, അതായത് വിഡ്ഢിത്തം പ്രസംഗിക്കുന്ന ഒരു പ്രൊഫസറേക്കാൾ ഒരു സാധാരണ എന്തുകൊണ്ടും ധാർമ്മികനാണ് ഒരു ചെരുപ്പ് കുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കുറേ അറിവുകൾ നേടി പ്രസംഗിച്ച് നടന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ അറിവുകളെ പ്രവൃത്തി പദത്തിൽ യഥാവിധി അനുഷ്ഠിക്കാൻ സാധിക്കുന്നവന് മാത്രമായിരിക്കും അതിൻ്റെ പുരോഗതി ലഭിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഈ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ ധർമ്മം നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാം ഓരോരുത്തരും അതിനെ പ്രചരിപ്പിക്കണം. നാം ഓരോരുത്തരും ഇത് അനുഷ്ഠിച്ച് കർമ്മപദത്തിൽ കൊണ്ടുവരേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. എങ്കിൽ മാത്രമേ ഇതിന് ച്യുതി സംഭവിക്കാതെ നിലനിൽക്കുന്നുള്ളൂ. ഒരിക്കലും നാം ഓരോരുത്തരും നശിച്ചാൽ പോലും ഇതിനൊരു ച്യുതിയും സംഭവിക്കുന്നില്ല. കാരണം ച്യുതി സംഭവിക്കുന്നില്ലെന്നല്ല, ഇതൊരിക്കലും നശിക്കുന്നില്ല. കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്കാരമാണ് സനാതന ധർമ്മ സംസ്കാരം. എത്രയോ സംസ്കാരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, അങ്ങനെ ഒത്തിരി സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം മൺമറഞ്ഞു പോയിട്ടും എന്തുകൊണ്ട് സനാതന സംസ്കാരം മാത്രം എന്നെന്നും നിലനിൽക്കുന്നു? കാരണം ഇത് ലോകത്തിന് മുഴുവനും ഹിതകരമാണ്. ഹിന്ദുവിനോ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനോ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പാണ്ഡിത്യമുള്ളവനോ മാത്രമല്ല ഈ സംസ്കാരം. ഇത് ഓരോ ജീവികൾക്കും ധർമ്മമനുഷ്ഠിച്ച് ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന ഒരു സംസ്കാരമാണ്. അതായത് ഓരോ ജീവിയെയും ഇവിടെ മനുഷ്യനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഓരോ ജീവിക്കും ഹിതകരമായ രീതിയിൽ അനുവർത്തിക്കാനായിട്ടുള്ള ഒരു സംസ്കാരമാണ് ഈ സനാതന ധർമ്മ സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുരുഷ സൂക്തത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, അതായത് മനുഷ്യനെക്കുറിച്ച് മാത്രമല്ല, 4 കാലുള്ള ജീവികൾ എത്ര കാലം നിലനിൽക്കുന്നോ, 4 കാലുള്ള ജീവികളായാലും ഇരുകാലികളാണെങ്കിലും, അതായത് ഈ ഒരു ജീവികൾ എത്ര കാലം നിലനിൽക്കുന്നോ അവർക്കെല്ലാം സുഖം ഭവിക്കട്ടെ എന്നാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 കാലുള്ള ജീവികൾ, ഇനി മനുഷ്യൻ ഇരുകാലികളാണ്, മനുഷ്യൻ നശിച്ചു പോയാലും 4 കാലുള്ള ജീവികൾ എത്ര കാലം നിലനിൽക്കുന്നോ അവിടെയെല്ലാം ഇതിന് പ്രസക്തിയുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാ കാലത്തും പുതിയതായതും എല്ലായ്പ്പോഴും പ്രസക്തിയുള്ളതുമായിട്ടുള്ള ഒന്നാണ് സനാതന സംസ്കാരം എന്ന് പറയുന്നത്. സത്യം വധ ധർമ്മം ചര എന്നാണല്ലോ. എന്തുകൊണ്ട് ധർമ്മം വധ എന്ന് പറയുന്നില്ല? കാരണം ധർമ്മം ചരിക്കാനുള്ളതാണ്, പ്രവർത്തിക്കാനുള്ളതാണ്, സത്യം പറയാനുള്ളതാണ്. അപ്പോൾ ധർമ്മത്തെ എപ്പോഴും നമ്മൾ ആചരിക്കുകയാണ് വേണ്ടത്, പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. ഇനി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, അതായത് ഒരു മനുഷ്യന് വേണ്ടതെല്ലാം നൽകുന്ന, ഈ ലോകത്തിൽ മുഴുവനും ശാന്തിയും സമാധാനവും നൽകുന്ന, ഈ ഭൂമിയെ സ്വർഗതുല്യമാക്കി മാറ്റുന്ന, മാനവനെ മാധവനാക്കുന്ന, അങ്ങനെയെല്ലാം നമുക്ക് നൽകാൻ പര്യാപ്തമായ ഒന്ന് തന്നെയാണ് സനാതനധർമ്മം. നമ്മുടെ കർമ്മങ്ങളെല്ലാം ധർമാധിഷ്ഠിതമായിരിക്കണമെന്ന് പലപ്പോഴും പറഞ്ഞല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങളെ ശുദ്ധമാക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ഒരുപാട് ശാസ്ത്രഗ്രന്ഥങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ആ ഗ്രന്ഥങ്ങളിലെല്ലാം ഒരുപാട് അറിവുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മമാർഗത്തിലൂടെ നമ്മെ നയിക്കാൻ പര്യാപ്തമാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളെ ആചരിക്കുക വഴി ധർമ്മം നിലനിർത്താൻ നമുക്ക് സഹായകമാവുക തന്നെ ചെയ്യും, ഇല്ലേ? ഇനി ഏറ്റവും ധർമ്മിഷ്ഠനായ ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരായിരിക്കും? സാക്ഷാൽ ശ്രീരാമസ്വാമിയാണ് ഏറ്റവും ധർമ്മിഷ്ഠനായ ഒരു വ്യക്തി എന്ന് പറയാം. മറ്റൊരാളെയും നമുക്ക് ഈ ലോകത്ത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. കാരണം ഓരോരുത്തരിലും
ഗുണദോഷ സമ്മിശ്രങ്ങളാണ് ഓരോ വ്യക്തികളും, അല്ലെങ്കിൽ ഓരോ ജീവികളിലും ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. നാം ഓരോരുത്തരിലും ഇതെല്ലാം സമ്മിശ്രങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന ഒരു അവതാരമൂർത്തി തന്നെയാണ് ശ്രീരാമസ്വാമി. അപ്പോൾ യഥാർത്ഥ ധർമ്മിഷ്ഠനായ ഒരു മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് ശ്രീരാമസ്വാമിയെ തന്നെ കാണിച്ചു കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ പാഠപുസ്തകവും. ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണല്ലോ. അതായത് ദ്രൗപദി വസ്ത്രമായി ധരിച്ചിരുന്നത് ധർമ്മത്തെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ ധർമ്മത്തെ ദുര്യോധനൻ അഴിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഭഗവാൻ സ്വയം വസ്ത്രമായി വന്ന് ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. കുരുക്ഷേത്ര യുദ്ധവും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഭഗവാൻ വരും എന്നുള്ളത് തീർച്ചയായ കാര്യമാണ്. ദ്രൗപദിയുടെ വിശ്വാസവും അല്ലെങ്കിൽ ധർമാധിഷ്ഠിതമായിട്ടുള്ള ജീവിതവും അതിന് എടുത്തു പറയേണ്ടുന്ന ഒരു തെളിവ് തന്നെയാണ്. ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് കുരുക്ഷേത്രം ധർമ്മ പുനഃസ്ഥാപിക്കുന്ന ഭൂമിയാണ് കുരുക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ. ഇവിടെ സ്വാർത്ഥനായിട്ടുള്ള രാജാവിനെ നമുക്ക് കാണാൻ സാധിക്കും. കുരുടനായ അന്ധനായിട്ടുള്ള ഒരു സ്വാർത്ഥനായിട്ടുള്ള രാജാവിൻ്റെ, കൗരവരുടെ പിതാവായിട്ടുള്ള അദ്ദേഹം എന്താണ് പറയുന്നത്, അദ്ദേഹം തൻ്റെ മക്കളെയും പഞ്ചപാണ്ഡവരെയും വേർതിരിച്ച് കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ സഞ്ജയനോട് ചോദിക്കുന്നത് പോലും ആ ഒരു വേർതിരിവ് പ്രകടിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള അധർമ്മിയായ അല്ലെങ്കിൽ ഒരു രാജാവിന് വേണ്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹത്തിൽ നമുക്ക് ആ ഒരു ഗുണങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. സത്യത്തിൽ ഒരു രാജാവ് ധർമ്മിഷ്ഠനല്ലെങ്കിൽ ആ രാജാവും നശിക്കും, പ്രജകളും നശിക്കുമെന്നാണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ധർമ്മിഷ്ഠനല്ലാത്തതിനാൽ തന്നെ അദ്ദേഹത്തോടൊപ്പം പ്രജകളും കൂടി നശിച്ചു പോവുകയാണ്. ഇനി കുരുടനായവൻ, ഭ്രാന്തനായവൻ, അതുപോലെ ചഞ്ചലചിത്തനായവർ, ഇവരെയൊന്നും രാജാക്കന്മാരാക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെയുള്ളവർ രാജാവായാൽ എന്ത് സംഭവിക്കും? കണ്ണ് കാണാത്ത ഒരാൾ രാജാവായാൽ അയാൾക്ക് ചുറ്റുമുള്ളതിനെ നോക്കിക്കാണാനോ നിരീക്ഷിക്കാനോ സാധിക്കില്ല. അങ്ങനെ ഓരോരോ ചാബല്യങ്ങളും ചപലതകളും അല്ലെങ്കിൽ ഇത്തരം കഴിവുകേടുകളും ഉള്ളവരെ രാജാവാക്കിയാൽ എന്ത് ചെയ്യും? ആ രാജ്യം തന്നെ നശിക്കുകയാണ് ചെയ്യുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട് അധർമ്മം എവിടെയൊക്കെ എങ്ങനെയൊക്കെ പരാജയപ്പെടുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കാൻ നാം ഓരോരുത്തരും പ്രാപ്തരാകണം. നമ്മുടെ ധർമ്മം എന്താണോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവണം. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. ധർമ്മിഷ്ഠരായി വളരെ വിനയത്തോടെ എളിമയോടെ സർവവും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ധർമ്മം നമ്മളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഉദ്ധരേ ഉദ്ധരാത്മാനം എന്നാണല്ലോ. നമ്മൾ തന്നെയാണ് ഉദ്ധരിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും എല്ലാം നൽകി ഭഗവാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ ധർമ്മം അനുഷ്ഠിക്കാനും അത് പരിപാലിക്കാനും നിലനിർത്താനും അതിൽ ഒരു പങ്കാളിയാവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.